എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടും എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം മെയ് 15-ാം തീയതിയോടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വാല്യുവേഷൻ, ടാബുലേഷൻ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ഈ ഒരു വാല്യുവേഷൻ, ടാബുലേഷനും ഒക്കെ പൂർത്തീകരിക്കുന്നുവോ അനുസരിച്ചിട്ടായിരിക്കും വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ടിന് ശേഷം, അതുപോലെ +1 പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ആയിരുന്നാലും റിസൾട്ട് വന്ന ശേഷം പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റീവാലുവേഷന് നിങ്ങൾ അപേക്ഷിച്ച് മാർക്ക് കൂടി, അതായത് 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ, അതായത് ഈ ഒരു റീവാലുവേഷനായിട്ട് നൽകിയിട്ടുള്ള 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് ശേഷം മുമ്പ് റീവാലുവേഷൻ ഉള്ളതിനേക്കാൾ ഒരു 8 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് 10% മാർക്ക് കൂടി എന്നുള്ള കാര്യം പറയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു നൽകിയിട്ടുള്ള പൈസ തിരികെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നഷ്ടമാകുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യത്തിലേക്ക് വരാം. +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടും ഒരുമിച്ചാണ് വരിക. ഏകദേശം മെയ് 15-ാം തീയതിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിവിധ ക്യാമ്പുകളിലായിട്ട് ഈ ഒരു +2 പേപ്പർ വാല്യുവേഷനും അതുപോലെ തന്നെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയുടെ വാല്യുവേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ ഈ ഒരു ആൻസർ ഷീറ്റാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. അത് ഏകദേശം പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് +2 പേപ്പർ വാല്യുവേഷനാണ് ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു +2 പേപ്പർ വാല്യുവേഷന് ശേഷം +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷനും ആരംഭിക്കും. അപ്പോൾ +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സാധാരണ +1 റിസൾട്ട് പെട്ടെന്ന് വന്നതുകൊണ്ടോ അല്ലെങ്കിലോ പ്രത്യേകിച്ച് വലിയ ഉപകാരം, അതായത് ഈ ഒരു പെട്ടെന്ന് അതുകൊണ്ടുള്ള ആവശ്യമില്ല. എന്നാൽ ഈ ഒരു +2 നിലവിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു +1 ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയുകയാണെങ്കിൽ അവരുടെ +2 ആ ഒരു സർട്ടിഫിക്കറ്റിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു +2 പരീക്ഷ, അത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം റിസൾട്ട് വളരെയധികം പ്രധാനമാണ്. കാരണം ഈ ഒരു റിസൾട്ട് കൂടി നോക്കിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കിട്ടിയിട്ടുള്ള മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ട് അവർക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കിയിട്ടും അതുപോലെ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷകൾ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് +2 വിദ്യാർത്ഥിക്ക് വളരെയധികം പ്രധാനമുള്ളതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ആണെങ്കിൽ +1 ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബർ മാസം നടക്കുകയും അതിനുശേഷം ഏകദേശം ഒരു ഡിസംബർ ജനുവരി മാസമാകുമ്പോഴേക്കും ആ ഒരു +1 റിസൾട്ട് വരാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരുന്നു +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം +2 റിസൾട്ട് വരും മുമ്പ് തന്നെ ഈ ഒരു പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് 15-ാം തീയതിയോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ടും +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടും ഒരേ ദിവസം തന്നെയാണ് വരിക. അതുപോലെ തന്നെ +1 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണ്. +1 റെഗുലർ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു റെഗുലർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിലവിൽ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു റിസൾട്ട് ഏകദേശം മെയ് 20-ാം തീയതിയോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് +2 +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയുടെയും റിസൾട്ട് വന്ന ശേഷമാണ് സാധാരണയിൽ +1 ഇനി റിസൾട്ട് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ടാബുലേഷൻ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷമാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 റിസൾട്ട് വരിക. നിങ്ങൾക്ക് ഏകദേശം +2 റിസൾട്ട് വന്ന് ഏകദേശം ഒരു 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 ഈ ഒരു റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ +2 ക്ലാസ്സുകൾ ഈ ഒരു ജൂൺ 1-ാം തീയതി അല്ലെങ്കിൽ ജൂൺ മാസമാണ് ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു ജൂൺ മാസം ആരംഭിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ ഒരു ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഏകദേശം മെയ് 25-ാം തീയതിയോടെയൊക്കെ സ്കൂളിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കാറുണ്ട്. എന്നാൽ വിവിധ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ
പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അടുത്ത വർഷങ്ങളൊക്കെ ആയിട്ട് ജൂൺ മാസത്തിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കാറുള്ളത്. കാരണം സ്പെഷ്യൽ ക്ലാസ് ഒന്നും വെക്കാനായിട്ട് അനുമതി നൽകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വർഷത്തെ, അതായത് നിലവിൽ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികളുടെ +2 ക്ലാസ്സുകൾ ജൂൺ മാസമാണ് ആരംഭിക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാനായിട്ട് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ റിസൾട്ട് ഏകദേശം ഈ ഒരു മെയ് 15-ാം തീയതിയോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. DHSC ആണോ VHSC ആണോ ഏതാണനുസരിച്ച് DHSC ഫസ്റ്റ് ഇയർ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡല്ല ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൂടി നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ +2 റിസൾട്ട് ആണെങ്കിൽ DHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് DHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇതുപോലെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഏത് റിസൾട്ടാണോ അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ, അതായത് +2ൻ്റെ ആ ഒരു എക്സാം രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയല്ല, ജസ്റ്റ് അത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അവിടെ ആ ഒരു ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു പേജിൽ ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ +1 ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.